മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ ദീപിക ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും ആദരിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ ദീപിക ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും ആദരിച്ചു. ചെറുപുഴ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന വിജയോത്സവത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ ദീപിക കണ്ണൂർ റെസിഡന്റ് മാനേജർ ഫാദർ വിപിൻ വെമ്മേനിക്കട്ടയിൽ സ്വാഗതം പറഞ്ഞു. മലയാളക്കരയിൽ മരത്തിൽ നിർമ്മിച്ച പ്രസിൽ അച്ചടി ആരംഭിച്ച പത്രമാണ് ദീപിക ദിനപത്രം. ഇന്ന് 140-ാം വർഷത്തിൽ ഇടമുറിയാത്ത ഭാഷാ പ്രചരണവുമായി ദീപിക മലയാളക്കരയിൽ പ്രചോദിപ്പിച്ചു നിൽക്കുകയാണ്. ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ മങ്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം സിനി എബ്രഹാം ദീപിക വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ KJ ജോബി, ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, ദീപിക കണ്ണൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജോർജ് തയ്യിൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി ഏതൊക്കെ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുകയാണ്. സ്വപ്നം കാണുക, സ്വപ്നം പ്രവർത്തിക്കുക, ആ സ്വപ്നം നേടിയെടുക്കുക. കാലത്തെ മികച്ച പോരാട്ടമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രയോജനമായിട്ട് ഓർമ്മ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാകാരൻ അതിനൊപ്പം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ മോഡലായി ഞാൻ സിനി എബ്രഹാം എൻ്റെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലിജു പി രാജു, സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ് ക്രിസ്റ്റോ ജേക്കബ്, ആലിയ നഴ്സിംഗ് കോളേജ് YR ജോസഫ്, അനിക്സ് എഡ്യൂക്കേഷൻ അലക്സ് കട്ടക്കയം എന്നിവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും ആദരിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളെ മെഡലുകൾ നൽകി ആദരിച്ചു.
നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.